ഹായ് ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു റെഡി സ്റ്റഡി ഗോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫോർത്ത് സെമസ്റ്ററിലെ ഫണ്ടമെൻറ്റൽസ് ഓഫ് ലിംഗ്വിസ്റ്റിക്സിലെ മൊഡ്യൂൾ 1 ആണ്, അതായത് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലാംഗ്വേജ്. അതിനു മുമ്പായി ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഫസ്റ്റ് ലാംഗ്വേജിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ഹ്യൂമൻസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൈമറി സിസ്റ്റമാണ് ലാംഗ്വേജ്. ലാംഗ്വേജിൽ സ്പെസിഫിക് റൂൾസും പാറ്റേൺസൊക്കെ വെച്ചിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുള്ള സിംബൽസ്, വേർഡ്സൊക്കെയാണ് ലാംഗ്വേജിലുള്ളത്. ഇത് നമുക്ക് സംസാരത്തിലൂടെയോ അല്ലെങ്കിൽ എഴുത്തിലൂടെയോ അല്ലെങ്കിൽ ഫിസിക്കൽ ജെസ്റ്ററിന് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സൈൻ ലാംഗ്വേജ് പോലെയുള്ള ലാംഗ്വേജസൊക്കെ ഉണ്ടല്ലോ, അതിലൂടെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലാംഗ്വേജ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതുപോലെ ലാംഗ്വേജ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷന് വേണ്ടി മാത്രമുള്ളതല്ല, മറിച്ച് എന്തൊക്കെയുണ്ട്, കൾച്ചർ, പിന്നെ നമുക്ക് ഇമോഷൻസ് കൺവേ ചെയ്യാൻ, റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ നമുക്ക് തിങ്കിങ്, അണ്ടർസ്റ്റാൻഡിങ്, വേൾഡിനെ മനസ്സിലാക്കാനും തിങ്ക് ചെയ്യാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും എന്ത് ചെയ്യണം, ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു എസെൻഷ്യൽ ടൂളാണ്. അതുപോലെ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാനും ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാനും സ്റ്റോറീസൊക്കെ പറയാനും ക്വസ്റ്റ്യൻസ് ചോദിക്കാനും അതുപോലെ ബന്ധങ്ങൾ നിലനിർത്താനും നമ്മളെ ലാംഗ്വേജ് സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് ലാംഗ്വേജിൻ്റെ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ലാംഗ്വേജ് ആസ് എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഹ്യൂമൻസിന് അവരുടെ തോട്ട്സ്, ഐഡിയാസ്, ഫീലിങ്സ്, ഇൻഫോർമേഷൻസൊക്കെ ഷെയർ ചെയ്യാനുള്ള ഒരു പവർഫുൾ ടൂളാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇത് ആളുകളെ തിങ്ക് ചെയ്യുന്നത് എക്സ്പ്രസ് ചെയ്യാനും അതുപോലെ എങ്ങനെയാണ് ആക്ട് ചെയ്യേണ്ടതെന്ന് ഷേപ്പ് ചെയ്യാനും ഒക്കെ ആളുകളെ ഹെൽപ്പ് ചെയ്യുന്നു. ലാംഗ്വേജിലൂടെ നമുക്ക് നോളജ്, കൾച്ചർ, ട്രഡീഷൻസൊക്കെ ഒരു ജനറേഷനിൽ നിന്നും മറ്റൊരു ജനറേഷനിലേക്ക് കൊടുക്കാൻ സഹായിക്കുന്നു. ഓക്കെ, സെക്കൻഡ് വൺ നോക്കാം. ലാംഗ്വേജ് ഈസ് ആർബിട്രറി. ഒരു വേർഡിന് അതിനൊരു മീനിങ് എന്ന് പറയുന്നത് ഒരിക്കലും ഫിക്സഡോ അല്ലെങ്കിൽ നാച്ചുറലോ അല്ല. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ മരത്തിന് ഇംഗ്ലീഷിൽ എന്താ പറയുക, ട്രീ എന്നാണ് പറയുക. ഇനി മറ്റ് ലാംഗ്വേജസിൽ ഇതിന് വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പേരുകളായിരിക്കും ഉണ്ടാവുക, അല്ലേ? അപ്പോൾ ഈ വേർഡ്സൊക്കെ സ്പീക്കേഴ്സ് ഓഫ് ദ ലാംഗ്വേജ് അഗ്രി ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലാംഗ്വേജ് സിസ്റ്റം എന്ന് പറയുന്നത് സ്റ്റേബിളായിട്ടും അണ്ടർസ്റ്റാൻഡബിളായിട്ടൊക്കെ പോകുന്നത്. തേർഡ് വൺ നോക്കാം. ലാംഗ്വേജ് ഈസ് എ സിസ്റ്റം ഓഫ് സിസ്റ്റംസ്. ലാംഗ്വേജ് എന്ന് പറയുന്നത് സൗണ്ട്, വേർഡ്സ്, അതുപോലെ മീനിങ്സ്, ഇതെല്ലാം നമ്മൾ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതിനെയാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇതിനൊരു പ്രത്യേക പാറ്റേൺ ഉണ്ട്, അതായത് സൗണ്ട്സ് നമ്മൾ എന്ത് ചെയ്യും, കമ്പൈൻ ചെയ്തിട്ട് വേർഡ്സ് ഫോം ചെയ്യും. എങ്ങനെ വേർഡ്സ് അറേഞ്ച് ചെയ്തിട്ട് അത് സെൻറ്റൻസ് ആക്കും, അതായത് ഗ്രാമർ റൂൾസൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു സെൻറ്റൻസ് ആക്കും. ഇങ്ങനെ ഒരു സ്പെസിഫിക് പാറ്റേണിലാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓർഗനൈസ്ഡ് പാറ്റേണിലാണ് ലാംഗ്വേജ് ഫങ്ഷൻ ചെയ്യുന്നത്. ഇതിൽ കുറച്ച് മൾട്ടിപ്പിൾ ലെവൽസ് ഉണ്ട്. അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഫൊണോളജി, മോർഫോളജി, സിൻടാക്സ്, സിമാൻറ്റിക്സ് ഒക്കെയാണ്. ഫൊണോളജി എന്ന് പറഞ്ഞാൽ സൗണ്ട്, മോർഫോളജി എന്ന് പറഞ്ഞാൽ വേർഡ്സ്, സിൻടാക്സ് എന്ന് പറഞ്ഞാൽ സെൻറ്റൻസ്, സെമാൻറ്റിക്സ് എന്ന് പറയുന്നത് മീനിങ്. ഒരിക്കലും മാറിപ്പോകരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചേർന്നതാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർത്ത് വൺ നോക്കാം. ലാംഗ്വേജ് ഈസ് പ്രൈമറിലി വോക്കൽ. ലാംഗ്വേജ് ആദ്യം വാക്കുകളായിട്ടാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. വോക്കൽ ഓർഗൻസ് ആയിട്ടുള്ള ടങ്, ലിപ്സ്, വോക്കൽ കോഡ്സ് പോലെയുള്ള ഓർഗൻസ് കൊണ്ടിട്ടായിരുന്നു നമ്മൾ സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇന്ന് റൈറ്റിംഗ് ലാംഗ്വേജിലൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണെന്നുണ്ടെങ്കിലും എന്നാലും അതിന് പറയപ്പെടുന്നത് നമ്മൾ സംസാരിക്കുന്ന സൗണ്ട്സ് വിഷ്വലി റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് റൈറ്റിംഗ് എന്ന് പറയുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ നോക്കാം. ലാംഗ്വേജ് ഈസ് യുണീക്ലി ഹ്യൂമൻ. ഹ്യൂമൻസിന് മാത്രമാണ് ലാംഗ്വേജ് യൂസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാവുള്ളൂ. ആനിമൽസിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുമെങ്കിലും അവരുടെ സിസ്റ്റംസ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിരിക്കും. അവർക്ക് എന്താണ് ഉദ്ദേശിക്കുന്നതൊന്നും ശരിക്കും എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല. അതായത് ഒരു ഹ്യൂമൻ ലാംഗ്വേജിന് കഴിയുന്ന പോലെ സാധിക്കില്ല. ഹ്യൂമൻ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമുക്ക് പാസ്റ്റിനെ കുറിച്ചും പ്രസൻറ്റിനെ കുറിച്ചും ഫ്യൂച്ചറിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺവേ ചെയ്യാൻ പറ്റും. പക്ഷെ അതുപോലെയല്ല ആനിമൽസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, ശരിയല്ലേ? സിക്സ്ത് വൺ നോക്കാം. ലാംഗ്വേജ് ഈസ് എ സോഷ്യൽ ബിഹേവിയർ. നമ്മൾ ലാംഗ്വേജ് ലേൺ ചെയ്യുന്നത് മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലാംഗ്വേജ് ലേൺ ചെയ്യുന്നതും ഡെവലപ്പ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഒരാളുടെ ഫാമിലി, കമ്മ്യൂണിറ്റി, ഇവയിൽ നിന്നൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്,
സ്പോക്കൺ ലാംഗ്വേജ് പഠിക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ കോണ്ടാക്റ്റ് ഒന്നുമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ലാംഗ്വേജ് പഠിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ലാംഗ്വേജിൻ്റെ യൂസും അത് ലേൺ ചെയ്യുന്നതൊക്കെ ഡീപ്ലി കണക്റ്റഡ് ടു സോഷ്യൽ ലൈഫ്. ഓക്കെ, സോഷ്യൽ ലൈഫുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആണ് ലാംഗ്വേജും. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാം, ലാംഗ്വേജ് ആൻഡ് കൾച്ചർ. ലാംഗ്വേജും കൾച്ചറും രണ്ടും ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള രണ്ട് ടേംസാണ് ലാംഗ്വേജ് ആൻഡ് കൾച്ചർ എന്ന് പറയുന്നത്. എല്ലാ ലാംഗ്വേജസിലും അതുമായി ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അവരുടെ വേ ഓഫ് ലൈഫ്, ഇതൊക്കെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരാൾ ഒരു ലാംഗ്വേജ് ലേൺ ചെയ്യാന്നുണ്ടെങ്കിൽ അവർ ആ ലാംഗ്വേജിൻ്റെ ആൽഫബറ്റ്, ഗ്രാമർ, വൊക്കാബുലറി ഇത് മാത്രമല്ല അവർ ലേൺ ചെയ്യുന്നത്, മറിച്ച് അവരെന്ത് ചെയ്യുന്നുണ്ട്, ട്രഡീഷൻസ്, വാല്യൂസ്, കസ്റ്റംസ്, സോഷ്യൽ ബിഹേവിയർ ഇതൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ലേൺ ചെയ്യുന്നുണ്ട്. അവർ പഠിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജിൽ ആളുകൾ സംസാരിക്കുന്ന ലാംഗ്വേജ് മുതൽ അവരുടെ ട്രഡീഷൻ, അവരുടെ വാല്യൂസ്, കസ്റ്റംസ് എല്ലാം അവരെന്ത് ചെയ്യുന്നുണ്ട്, ലേൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു പ്രോവർബ് നോക്കാം, ലാംഗ്വേജ് ഈസ് കൾച്ചർ ആൻഡ് കൾച്ചർ ഈസ് ലാംഗ്വേജ്. ഓക്കെ, ഇത് ഹൈലൈറ്റ് ചെയ്യുന്നത് എന്താണ്, ലാംഗ്വേജും കൾച്ചറും തമ്മിലുള്ള മ്യൂച്വൽ റിലേഷൻഷിപ്പാണ് ഇത് ഹൈലൈറ്റ് ചെയ്യുന്നത്. ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് കൾച്ചറൽ എക്സ്പീരിയൻസസ് കൂടിയാണ് അവിടെ ഷേപ്പ് ചെയ്യുന്നത്. ആ ഒരു സെയിം ടൈമിൽ തന്നെ കൾച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, ലാംഗ്വേജിലൂടെ വളരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് ഇൻഫ്ലുവൻസ് ആയിട്ട് ഒരുമിച്ച് വളരുന്നു. ഓക്കെ, ഫേമസ് കൾച്ചറൽ ആന്ത്രോപോളജിസ്റ്റ് ആയിട്ടുള്ള ആൽഫ്രഡ് എൽ ക്രൂബർ പറയുന്നത് ഹ്യൂമൻ കൾച്ചർ ഡെവലപ്പായത് സ്പീച്ചിൻ്റെ ഡെവലപ്മെൻറ്റിന് ശേഷമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരിക്കൽ ആളുകൾ ലാംഗ്വേജിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ലാംഗ്വേജും കൾച്ചറും ഒരുമിച്ച് ഗ്രോ ചെയ്യാനും സൈഡ് ബൈ സൈഡായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനും തുടങ്ങി. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാം, എത്നോലോഗ്. എത്നോലോഗ് എന്ന് പറയുന്നത് വേൾഡിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ ലാംഗ്വേജസിനെ കുറിച്ചും അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻസ് നൽകുന്ന ഒരു ഡീറ്റെയിൽഡ് ആൻഡ് റിലയബിൾ റെഫറൻസ് ബുക്കാണ് എത്നോലോഗ് എന്ന് പറയുന്നത്. ഇത് 1951 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് ലോകമാകെ ലിംഗ്വിസ്റ്റിക്സ് അല്ലെങ്കിൽ ലാംഗ്വേജ് എക്സ്പേർട്സ്, റിസർച്ചേഴ്സൊക്കെ ചേർന്ന് നയിക്കുന്ന വലിയൊരു റിസർച്ച് പ്രൊജക്റ്റാണ് എത്നോലോഗ് എന്ന് പറയുന്നത്. വേൾഡ് ലാംഗ്വേജസിനെ കുറിച്ചിട്ടുള്ള ഏറ്റവും ട്രസ്റ്റഡ് ആൻഡ് കംപ്ലീറ്റ് സോഴ്സായിട്ടാണ് എത്നോലോഗിനെ കൺസിഡർ ചെയ്യുന്നത്. എത്നോലോഗിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന വാല്യുബിൾ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ജിയോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഏത് റീജിയൻസിലാണ് അല്ലെങ്കിൽ ഏത് കൺട്രീസിലാണ് ഈ ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജ് സ്പോക്കൺ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സെക്കൻഡ് വൺ, ഓൾട്ടർനേറ്റ് ലാംഗ്വേജ് നെയിംസ്. ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ലാംഗ്വേജിന് മറ്റെന്തൊക്കെ പേരുകളാണ് എന്നൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. തേർഡ് വൺ നോക്കാം, ഡയലക്ട്സ്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ലാംഗ്വേജിൻ്റെ റീജിയണൽ വെറൈറ്റീസും അതുപോലെ ഡിഫറെൻറ്റ് ഡയലക്ട്സൊക്കെ ഉള്ള ഇൻഫർമേഷൻസൊക്കെ നമുക്ക് കിട്ടും. ഫോർത്ത് വൺ നോക്കാം, ലാംഗ്വേജ് കോഡ്. ഓരോ ലാംഗ്വേജിനും ഒരു 3 ലെറ്റർ ഇൻ്റർനാഷണൽ കോഡ് ഉണ്ടാവും. നമുക്ക് ആ ഒരു ലാംഗ്വേജിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ലെറ്റർ കോഡ് ഉണ്ടാവും. അതാണ് ലാംഗ്വേജ് കോഡ് എന്ന് പറയുന്നത്. അതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി ഫിഫ്ത്ത് വൺ നോക്കാം, സ്പീക്കർ പോപ്പുലേഷൻ. ഇതിൽ പറയുന്നത് ആ ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജ് എത്ര ആൾക്കാർ സംസാരിക്കുന്നു എന്നതിൻ്റെ കണക്കുകളാണ്. ഓക്കെ, സിക്സ്ത് വൺ, ജനറ്റിക് ക്ലാസിഫിക്കേഷൻ. ഇതിൽ പറയുന്നത് ആ ഒരു ലാംഗ്വേജ് ഏത് ലാംഗ്വേജ് ഫാമിലിയിൽ നിന്നും ഉള്ളതാണ് എന്ന് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ ഇൻഡോ യൂറോപ്യൻ, ഡ്രാവിഡിയൻ പോലെയുള്ളതൊക്കെ. സെവൻത്ത് വൺ നോക്കാം, ലാംഗ്വേജ് യൂസ് ആൻഡ് ഫങ്ഷൻ. ഇതിൽ പറയുന്നത് സൊസൈറ്റിയിൽ എങ്ങനെയാണ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്, അതായത് ഇപ്പോൾ എഡ്യൂക്കേഷൻ, മീഡിയ, ഹോം, റിലീജിയൻ ഇവിടെയൊക്കെ നമ്മൾ എങ്ങനെയാണ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് എന്നും ഒക്കെയാണ് സെവൻത്ത് വണ്ണിൽ വരുന്നത്. എയ്ത്ത് വൺ നോക്കാം, വൈറ്റാലിറ്റി റേറ്റിംഗ്. EGIDS എന്ന് പറയുന്ന സ്കെയിലിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ലാംഗ്വേജ് എത്രത്തോളം സർവൈവ് ചെയ്യുന്നു എന്നത് റേറ്റ് ചെയ്യുന്നു. നയൻത്ത് വൺ നോക്കാം, സ്ക്രിപ്റ്റ്സ് യൂസ്ഡ്. ഇതിൽ പറയുന്നത് ഒരു ലാംഗ്വേജ് എഴുതാൻ ഉപയോഗിക്കുന്ന സ്ക്രിപ്റ്റ്സ് എന്തെല്ലാമാണെന്ന് വ്യക്തമാക്കുന്നു. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ലാറ്റിൻ, ദേവനാഗിരി, അറബിക് ഇതൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഓക്കെ, 10th വൺ നോക്കാം, ലിറ്ററേച്ചർ ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് പബ്ലിഷ് ചെയ്തിട്ടുള്ള ലിറ്ററേച്ചർ, ബുക്സ്, ഡിക്ഷണറീസ്, ട്രാൻസ്ലേഷൻസ് ഇതിലൊക്കെയുള്ള സിറ്റേഷൻസും റെഫറൻസസൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാം, ലാംഗ്വേജ് ഡെത്ത്.
ലിംഗ്വിസ്റ്റിക്സിൽ ലാംഗ്വേജ് ഡെത്ത് എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജിൻ്റെ കംപ്ലീറ്റ് ഡിസപ്പിയറൻസ് അല്ലെങ്കിൽ എക്സ്റ്റിങ്ഷനെയാണ് ലാംഗ്വേജ് ഡെത്ത് എന്ന് പറയുന്നത്. ഒരു ലാംഗ്വേജ് ഡെഡായി എന്ന് കൺസിഡർ ചെയ്യുന്നത് എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയോ? ഇപ്പോൾ ഒരു ലാംഗ്വേജിൻ്റെ അവസാനത്തെ നേറ്റീവ് സ്പീക്കർ മരിക്കുകയോ അല്ലെങ്കിൽ ആ ഒരു മദർ ടങ്ങായിട്ട് ആരും യൂസ് ചെയ്യാണ്ടിരിക്കുകയോ ചെയ്യുമ്പോഴാണ് ആ ഒരു ലാംഗ്വേജിന് ഡെത്ത് സംഭവിച്ചു എന്ന് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. വെൽ നോൺ ലിംഗ്വിസ്റ്റ് ആയിട്ടുള്ള ഡേവിഡ് ക്രിസ്റ്റൽ അദ്ദേഹത്തിൻ്റെ ബുക്കായിട്ടുള്ള ബൈ ഹുക്ക് ഓർ ബൈ ക്രൂക്ക് എന്ന് പറയുന്ന ബുക്കിൽ അദ്ദേഹം പറയുന്നുണ്ട്, ലോകത്ത് ഓരോ 2 വീക്സ് കൂടുമ്പോഴും ഒരു ലാംഗ്വേജ് മരിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൻ്റെ കോസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ. ഫസ്റ്റ് വൺ, ബൈലിംഗ്വലിസം ആൻഡ് ലാംഗ്വേജ് ഷിഫ്റ്റ്. അതായത് നേറ്റീവ് സ്പീക്കേഴ്സ് ബൈലിംഗ്വൽ ആവുന്ന സമയം, ഇപ്പോൾ എന്താ പറയുക, ഡോമിനൻ്റ് ലാംഗ്വേജസ് ആയിട്ടുള്ള ഇംഗ്ലീഷും ഹിന്ദിയും അവർ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ എന്ത് ചെയ്യും, ഒറിജിനൽ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ അവിടെ എന്തുണ്ടാവും, ഒരു ലാംഗ്വേജിന് ഡെത്ത് സംഭവിക്കുകയാണ്. ഓക്കെ. സെക്കൻഡ് വൺ നോക്കുക, വളണ്ടറി ഓർ ഫോഴ്സ്ഡ് അസിമിലേഷൻ. ചില ആൾക്കാർ അവരുടെ ബെറ്റർ ആയിട്ടുള്ള എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, ജോബിന് വേണ്ടിയിട്ട്, സോഷ്യൽ സ്റ്റേറ്റസിന് വേണ്ടിയിട്ടൊക്കെ ഒരു ലാംഗ്വേജ് അവരെന്ത് ചെയ്യും, ഉപേക്ഷിക്കും. ഓക്കെ. അതുപോലെ തന്നെ കൊളോണിയലിസം, വാർ, പൊളിറ്റിക്കൽ പ്രഷർ, ഇതൊക്കെ കൊണ്ട് ആളുകൾ എന്ത് ചെയ്യും, അവരുടെ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ. തേർഡ് വൺ നോക്കാം, പോപ്പുലേഷൻ ലോസ്. അതായത് ചെറിയ കമ്മ്യൂണിറ്റീസൊക്കെ ഉണ്ടാവും, അവർക്ക് എന്തെങ്കിലും ഡിസീസ് വന്നിട്ട് അല്ലെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്റർ വന്നിട്ട് അവരോടൊപ്പം ആ ഒരു ലാംഗ്വേജും എന്താവാണ്, ഡെത്ത് സംഭവിക്കുകയാണ്. ഓക്കെ. അതുപോലെ താഴെ നോക്കുക, ഞാൻ 2 ടൈപ്പ് ഡെഡ് ലാംഗ്വേജസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഡോർമൻ ലാംഗ്വേജസ്. ഡോർമൻ ലാംഗ്വേജസ് എന്ന് പറയുന്നത് ഈ ഒരു ലാംഗ്വേജസ് ആരും സംസാരിക്കുന്നൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവരെന്ത് ചെയ്യും, അവരുടെ കൾച്ചർ, അവരുടെ എന്തെങ്കിലും എത്നിക് റീസൺസ് കൊണ്ട് അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഈ ഒരു ലാംഗ്വേജിലായിരിക്കും. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യില്ല, ഈ ഒരു എവരിഡേ ലൈഫിൽ ഇത് യൂസ് ചെയ്യുന്നില്ലെങ്കിലും അവർക്കൊരു ആ ഒരു ലാംഗ്വേജിന് ഒരു സിംബോളിക് വാല്യൂ ഉണ്ടാവും. ഓക്കെ. അതാണ് ഡോർമൻ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ നോക്കുക, എക്സ്റ്റിങ്ക്റ്റ് ലാംഗ്വേജസ്. ഈ ലാംഗ്വേജസിന് സ്പീക്കേഴ്സ് ഇല്ല, അതുപോലെ ഇത് നമ്മളുടെ പാർട്ട് ഓഫ് ഐഡൻറ്റിറ്റി ആണെന്ന് പറയാനുള്ള ആളുകളില്ല. അതുപോലെ ഈ ലാംഗ്വേജ് പൂർണ്ണമായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നില്ല, നമ്മൾ പഠിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതെന്താണ്, പൂർണ്ണമായിട്ടും ഡെത്ത് സംഭവിച്ച ലാംഗ്വേജാണ്. അതാണ് എക്സ്റ്റിങ്ക്റ്റ് ലാംഗ്വേജസ് എന്ന് പറയുന്നത്. ഡോർമൻ ലാംഗ്വേജസ് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ എന്താ പറയുക, ഉറങ്ങിക്കിടക്കുന്ന ലാംഗ്വേജസ് എന്നൊക്കെ പറയാം നമുക്ക്. ഇവിടെ ഞാനൊരു ഹ്യൂമൻ ലാംഗ്വേജും ആനിമൽ കമ്മ്യൂണിക്കേഷനും തമ്മിലുള്ള ഒരു കമ്പാരിസൺ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുക. ഓക്കെ. അപ്പം നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.